ഈ ഭൂമിയിലെ മഹാത്മാഗാന്ധിയെ പോലെയുള്ള മഹാന്മാരെ പോലും ചിന്തിപ്പിക്കുകയും അവരെ ജീവിതത്തിൽ ഒരു 90 ഡിഗ്രി മാറി ചിന്തിക്കാൻ പഠിപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ മനോഹരമായ അഷ്ടസൗഭാഗ്യങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. അതിന് കാരണമുണ്ട്. ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഒരായുസ്സിൽ മുഴുവനും ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യർക്ക് കൂടുതൽ പ്രത്യാശയോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന വാക്കുകളാണ് ഇത്. ദരിദ്രരായവരും വിലപിക്കുന്നവരും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്കും, കരുണ ഉള്ളവർക്കും, ശാന്തശീലരായവർക്കും, സമാധാനം സ്ഥാപിക്കുന്നവർക്കൊക്കെ ഒരു പ്രത്യാശയുടെ വാക്കുകളാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. ഇതിൽ എല്ലാം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഉണ്ടെങ്കിലും ഒരു വാക്ക് നമ്മളിന്ന് കടമെടുക്കുകയാണ്. ആ ഒരു വാക്കിൻ്റെ പേരിതാണ് നീതി. സത്യത്തിൽ ഇതിൽ 8 സൗഭാഗ്യങ്ങളുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. 7 എണ്ണേ ഉള്ളൂ. ഒന്ന് ആവർത്തിക്കപ്പെടുന്നതാണ്. ആ ആവർത്തിക്കപ്പെടുന്ന വാക്കിൻ്റെ പേരാണ് നീതി. നീതി ക്രിസ്തു 2 പ്രാവശ്യം ആവർത്തിച്ചു. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാക്കപ്പെടുമെന്നും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നും ക്രിസ്തു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഈ ഭൂമിയിൽ ഏറ്റവും ആശിച്ചത് നീതിമാൻ എന്ന് വിളിക്കപ്പെടാനാണ്. അതുകൊണ്ടാണല്ലോ ക്രിസ്തു കാൽവരിയിലെ നെറുകയിൽ അവസാന ശ്വാസവും ചിന്തി മരിക്കുമ്പോൾ ആ ശതാധിപൻ വിളിച്ചു പറഞ്ഞത് ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. എനിക്ക് തോന്നുന്നു ക്രിസ്തുവിന് കിട്ടിയ ഏറ്റവും കോംപ്ലിമെൻ്റായ ഒരു വാക്ക് അത് തന്നെയാണ്, ഇവൻ നീതിമാനാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് നീതി? അർഹതപ്പെട്ടവന് അർഹിക്കുന്നത് നൽകുന്നതാണ് നീതി. നീതി ഒരു ഔദാര്യമല്ല, നീതി ഒരു ഭിക്ഷയല്ല, നീതി ഒരു ദാനമല്ല. ദൈവത്തോടും മനുഷ്യരോടും ഓരോരുത്തരും കാട്ടേണ്ട ജീവിതത്തിൻ്റെ നിലപാടിൻ്റെ പേരാണ് നീതി. മത്തായി സുവിശേഷം 24-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അനീതിയിൽ സ്നേഹം കെട്ടുപോകുന്നുവെന്നും 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അനീതിയിൽ സ്നേഹം സന്തോഷിക്കുന്നില്ല എന്നും. അങ്ങനെയാണെങ്കിൽ ഈ അനീതി നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ കൃത്യമായി എവിടെയാണെന്ന് ചോദിച്ചാൽ സ്നേഹം വറ്റിപ്പോകുന്നിടത്താണ്. തണുത്തു പോകാത്ത സ്നേഹത്തിൻ്റെ കഥ പറയാൻ നീതിയോടെ ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള ബാധ്യത പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഞായറാഴ്ച ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ നീതിയുള്ളവരായിരിക്കണം. ആരോട്? ഒന്ന്, ദൈവത്തോട്. ജ്ഞാനസ്നാനത്തിൻ്റെ വേളയിൽ കത്തിച്ച തിരി മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പുരോഹിതൻ പറയുന്നൊരു വാക്കുണ്ട്, ഈ തിരി ഒരിക്കലും കെടാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അത് ദൈവസ്നേഹമാണ്. നിങ്ങൾക്ക് കത്തിച്ചേരുന്ന ഈ തിരി ദൈവത്തിൻ്റെ അണയാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരായുസ് മുഴുവനും ഇത് കെടാതെ നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണല്ലോ മരണാനന്തര ശുശ്രൂഷയുടെ സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ ഈ കത്തിച്ച തിരി കൊടുത്തിട്ട് പറയുന്നത്, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതനായി, ജീവിതകാലം മുഴുവൻ പ്രകാശത്തിൻ്റെ മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിൻ്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളം നിൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരായുസ് മുഴുവനും ഒരാൾ എന്തുമാത്രം ദൈവത്തോട് നീതി പുലർത്തി എന്നുള്ള വാക്കിൻ്റെ ഉത്തരമാണ് അവസാനം കെടാത്ത ഒരു തീയുടെ ജീവിതം. ദൈവത്തെ എന്തുമാത്രം ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവാണ് കെടാത്ത ഒരു വിളക്കിൻ്റെ ദീപം. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ദീപത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണമെന്നുള്ള വലിയൊരു ചിന്തയാണ് ആ നീതിബോധം പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട്, മനുഷ്യരുടെ മുമ്പിൽ നീതിയുള്ളവരായിരിക്കണം. ഒരു കുടുംബജീവിതത്തിലൊക്കെ ആയിരിക്കുന്നവർ ഒരാൾക്കാരുടെ മുമ്പിൽ വെച്ച് സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞത് അത് നീതിയുടെ വാക്കാണ്. അത് നീതിയോടെ ജീവിക്കേണ്ട വാക്കാണ്. ഒരു കുടുംബജീവിതം കെട്ടിപ്പടുത്തുന്നത് തന്നെ സ്നേഹത്തിൽ ചാലിച്ച നീതിയുടെ വാക്കാണ്. അതുകൊണ്ടാണല്ലോ നസ്രത്തിലെ ജോസഫിനെ കുറിച്ച് പറഞ്ഞത് അവൻ നീതിമാനാണ്. കാര്യം ഒരു കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവനവൻ്റെ ഭാര്യയോട് വിശ്വസ്തനായിരുന്നു, കുഞ്ഞിനോട് ആത്മാർത്ഥതയുള്ളവനായിരുന്നു. അതുകൊണ്ട് ആ നീതിബോധം നസ്രത്തിലെ ആ തച്ചൻ വളരെ മനോഹരമായി പൂർത്തിയാക്കി. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ ധനവാന്റെയും ലാസറിൻ്റെയും ജീവിതം നമ്മൾ കാണും. ധനവാൻ ചെയ്ത തെറ്റെന്താണ്? അയാൾ ചെയ്ത തെറ്റ് ഇത്രയേ ഉള്ളൂ, അയാളുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ള ബോധ്യമില്ലാതെ അയാൾ ജീവിച്ചു. നമ്മുടെയൊക്കെ കൂടെ ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യർ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഞായറാഴ്ച ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത്, നമ്മളൊക്കെ നീതിയുള്ളവരാണോ?
ആവർത്തിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ അഷ്ടസൗഭാഗ്യങ്ങൾക്കിടയിൽ നമ്മൾ ഭാഗ്യവാന്മാരായി തീരുന്നുണ്ടോ? നീതി ഇരട്ടിക്കാതെ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായ അടയാളം സ്നേഹം വറ്റിപ്പോകുന്നു എന്നുള്ളതിൻ്റെ സാരാംശമാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹം പരക്കട്ടെ, നീതി എന്നും തിളങ്ങി വിളങ്ങി നിൽക്കട്ടെ. ഒരിക്കലും കെടാത്തൊരു സ്നേഹത്തിന് നീതിയുടെ കഥ പറയാനുണ്ടാവും. കാൽവരിയിലെ നെറുകയിൽ മനോഹരമായി സ്നേഹിച്ച ഒരു ക്രിസ്തുവിനെ നോക്കി ലോകം പറഞ്ഞ് ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനാണ്. അങ്ങനെയാണെങ്കിൽ അവസാന ശ്വാസത്തിൻ്റെ നെറുകയിൽ നമ്മളെ നോക്കിയും ലോകം പറയട്ടെ, ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനാണ്.